എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ചപ്പാത്തിക്കും പത്തിരിക്കും അതുപോലെ നെയ്ച്ചോറിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചിക്കൻ കറി. വളരെ സിമ്പിളാണ്, ഒരു വെറൈറ്റി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഒന്ന് നോക്കിയിട്ട് വരാം. ഇപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയതാണ്. നിങ്ങൾക്ക് അളവുകളൊക്കെ കറക്റ്റായിട്ട് ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റിൽ ആദ്യം കാണിക്കുന്നുണ്ട്. എല്ലാവരും അത് നോക്കിയിട്ട് അളവൊന്ന് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിലോട്ട് ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കുതിർത്ത് വെച്ചിരുന്ന കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ ചെറുതായിട്ട് വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തതാണ്. അരയാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർക്കുകയാണ്. ഇതിലോട്ട് ഞാൻ അതുകൂടാതെ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി ചേർത്ത ശേഷം പിന്നെ അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇത് മൂന്നും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അരയാൻ വേണ്ടിയിട്ട് ലേശം വെള്ളം ചേർത്താണ് അരച്ചത്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ വേണം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ചിക്കനിലൊന്ന് നന്നായിട്ട് പുരട്ടിയിട്ട് 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ, അത് പറയാൻ മറന്നുപോയി. കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ പപ്പടമൊക്കെ കുത്തുന്ന കോലില്ലേ, അത് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക. ചിക്കനിൽ ചെറിയൊരു ഹോൾസ് ഉണ്ടാകുമ്പോൾ നന്നായിട്ട് ഈ മാരിനേറ്റ് ചെയ്ത മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന കറിക്ക് അധികം എരിവില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ചും കൂടി ആഡ് ചെയ്ത് ഈ സ്റ്റേജിൽ കൊടുത്താൽ മതി. ഇനി ഇതിങ്ങനെ 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ പുറത്തായാലും മതി. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ഒരു പാൻ നന്നായിട്ട് ചൂടാക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓയിൽ ചൂടായിട്ട് ഞാനിവിടെ 2 സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പകുതി ഭാഗം ആദ്യം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം, പിന്നെ അടുത്ത പകുതി, അങ്ങനെ 2 ബാച്ചായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പം ഞാൻ 2 സവോളയും ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡ് വരുന്ന വരെ മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ ഓയിലിലോട്ട് നമുക്ക് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുള്ള ആ സവോള മൊരിച്ചതും കൂടി ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ അതും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് നേരം ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കുക, പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. ആ ഒരു മിക്സി കഴുകിയ വെള്ളം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആ ഒരു വെള്ളം മാത്രം മതി. ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഞാൻ മിക്സിയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തത്. ഇനി ഇത് കുക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഈ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഇളക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചപ്പാത്തിക്കും അപ്പത്തിനും പത്തിരിക്കൊക്കെയാണ് കൂടുതൽ നല്ലത്. ചോറിനായാലും നല്ലത് തന്നെയാണ്, എന്നാലും കൂടുതൽ കോമ്പിനേഷൻ എനിക്ക് അതിനാണ് തോന്നിയത്. അപ്പോൾ ഇനി ഇതിലോട്ട് ലാസ്റ്റായിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക. ചെറിയ ചെറുനാരങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ഒഴിക്കുന്നത്. വലുതാണെങ്കിൽ പകുതി മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയോ എന്താണെന്ന് വെച്ചാൽ തൂക്കി നിങ്ങൾക്ക് ഇതെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചിക്കൻ കറിയുടെ റെസിപ്പി ഇത്രയ്ക്കേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നല്ല ടിപ്സുകൾക്കും കുക്കിംഗ് വീഡിയോസിനും ക്രാഫ്റ്റ് വീഡിയോസിനും ഒക്കെ ആയിട്ട് നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.